സാരമില്ല. ഓടാൻ പോയില്ലേ? ഇല്ല. മുറി കാണാതായപ്പോ ഞാൻ വിചാരിച്ചു. അതെ, എനിക്ക് നോടാനൊരു മൂഡ് തോന്നുന്നില്ല. ആരെങ്കിലും കാണും. കണ്ടാലെന്താ, നമ്മള് കള്ളത്തിലൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്നതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ വിഷമിക്കാതെ, അവൻ ഇപ്പൊ വരും. ഇപ്പൊ സമയം എന്തായി? വലിയ കണ്ടീഷൻസും റൂളും ഒക്കെ പറഞ്ഞ ആളല്ലേ. ഇപ്പൊ രാവിലെയുള്ള ജോഗിങ് ഇല്ല, എക്സർസൈസ് ഇല്ല, യോഗാസനമില്ല, സമയനിഷ്ഠയില്ല. ഇക്കണക്കിന് പോയാൽ അവൻ പറഞ്ഞ കണ്ടീഷൻസ് അവൻ തന്നെ മറക്കും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ മറക്കും. അന്നേ കാക്ക പറന്നു മലക്കും. പറന്ന് മലക്കുമല്ലടി, മലന്ന് പറക്കും. അയ്യോ, ഒരു വിറ്റ് കേട്ടിട്ട് എന്താ ഉച്ച ചിരിക്കാത്തെ? പിന്നെ ഈ വളിപ്പൊക്കെ പറഞ്ഞ് തന്നെ വിളച്ചിലെടുക്കല കേട്ടോ. അല്ല പിന്നെ പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളുടെ വിഷമം അറിയൂ. സത്യം പറഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് എനിക്ക് വെപ്രാളവാ. അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. നീ എന്തിനു വെപ്രാളപ്പെടണം? അങ്ങനെയാണ് നിന്നെ കെട്ടി അന്ന് മുതൽ ഞാൻ എന്തുമാത്രം വെപ്രാളപ്പെടണം? എന്നാ പിന്നെ ഇതെല്ലാം നിങ്ങളുടെ കൊനഷ്ടബുദ്ധിയാണെന്ന് ഞാൻ വിഷ്ണുവിനോട് തുറന്നു പറയട്ടെ. എടീ മഹാഭാബി, എടി എന്നിട്ട് വേണം അവൻ എന്നെ തല്ലിക്കൊന്ന് കാലെ തൂക്കി കാലിലെറിയാൻ. സ്വന്തം അളിയന്റെ കൈ കൊണ്ട് ചത്തവനെന്ന ദുഷ്പേരും കേട്ട് കേട്ട് ഞാൻ ഈ ലോകത്ത് എത്ര കാലം ജീവിച്ചിരിക്കുവടി എന്റെ അഴീക്കോട് ഭഗവതി. വിഷ്ണു വന്നു. എന്തുവാടി? വിഷ്ണു വന്നു എന്നോട് പറയല്ലേ. ഞാൻ 1 മണിക്കൂർ ലേറ്റ് ആയി. ഒരു ചെറിയ പർച്ചേസിംഗ് നടത്തി കളയാന്ന് വിചാരിച്ചു. നന്നായി. എന്റെ സെലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഓ, സ്നേഹപൂർവ്വം തരുന്നതിൽ എന്ത് സെലക്ഷൻ നോക്കാനാ? ഒരു കർച്ചീഫ് ആയിരുന്നാലും മതി. ഇത് കുറുപ്പേട്ടനും ചേച്ചിക്കുള്ളതാ. ലതിയെ, ഇതെല്ലാം എടുത്ത് മുറി കൊണ്ടുവന്ന് വെക്കേ. വന്നേ. ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിന്റെ അനിയൻ തന്നെ. തേപ്പാട്ട് വേലിക്കുട്ടി ഭാഗവതർ. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ആ വിഡ്ഢിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയം. മാവേലി സ്റ്റോർ ക്യൂ നിൽക്കാൻ വരാറുണ്ടോ? കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേട്ട ആള് വളരെ ഡീസന്റാ. പാർവതി, ലതയെ വിളിച്ചോളൂ. ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാള് വേണ്ടിവരും? 2 മാസം? അല്ല, ഫീസ് വേണേ കൂടുതൽ തരാം. എന്റെ പൊന്നിയേട്ടാ, ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇരുന്നോളൂ. പക്ഷേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ. പക്ഷെ ഇവര് സംഗീതം പഠിക്കുന്നത് ഇവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവ് ഇത് അറിയാൻ ഇടവരരുത്. മണൽപ്പരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം. സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ഈ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളാച്ചൻ എന്ന രീതിയിലുള്ള സംഗീതവും പഠിപ്പിക്കുമല്ലോ. ഈ അരസികന്മാരുടെ സാന്നിധ്യം എനിക്ക് ബന്ധപ്പാടുണ്ടാക്കുന്നു. സോറി. തുടങ്ങാം. ചേർത്ത് പാടൂ. അല്ല, ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കീർത്തനങ്ങളൊക്കെ കേട്ട് പരിചയിക്കണം. കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ. വന്നു. ആര്? കൃഷ്ണൻ അല്ല, വിഷ്ണു. ഹാർമോണിയം. ഞാൻ
അങ്ങോട്ട് വെക്കട്ടെ. ആഹാ ഇതെന്തോ ഒരു പാട്ടും ബഹളമൊക്കെ. ലതിക പാടിയതാ. ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. ഞാനും സഹായിച്ചു. ആ അത് കൊള്ളാം. എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. ഇന്ന് നമുക്കൊരു സംഗീത സായാഹ്നമാക്കി മാറ്റിക്കളയാം. ഇരിക്കില്ലതിയെ കുറുപ്പേറ്റം പാട്. അയ്യോ കുറുപ്പേട്ട കുറുപ്പേട്ട എന്തു പറ്റി കുറുപ്പേട്ട? നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോ എനിക്ക് പ്രഷർ കൂടും, ഷുഗർ കുറയും. അലിക്ക എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. നിനക്ക് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. കിട്ടാനുള്ള പണം മുഴുവൻ നാട്ടുകാരുടെ കൈപ്പെട്ട് കിടക്കുക. ഇനി അഥവാ നീ കാശ് തിരിച്ചടച്ചാൽ തന്നെ കേസിൽ ഊരി പോരാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. അവന്റെ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ ചില കള്ളത്തരങ്ങൾ അവതരിപ്പിക്കുക. എന്നിട്ട് നിനക്ക് അനുകൂലമായി അവനെ കൊണ്ട് കോടതി പറയിപ്പിക്കാം. അതിപ്പോ ഞാൻ എങ്ങനെയാ അത്? അതൊക്കെ പറഞ്ഞു തരാം. എന്നിട്ടും കാര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് കമ്പനി തരണമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓർഡറാ. ഞാനാ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേ. ഇന്ദുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ആ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ പാട്ട് പാടാനൊന്നും പറയുന്നില്ലല്ലോ, അല്ലേ ചേച്ചി? അതെ. ആരോ വന്നിരിക്കുന്നു. ആരാ? നമസ്തേ ജി. നമസ്തേ. मेरा नाम अवतार सिंह है. विष्णु मेनन है. ഇല്ല, ഓഫീസ്. ഇംഗ്ലീഷ് സ്പീക്ക്. नो नो इंग्लिश, आई हिंदी. हाँ। मेनन जी की बीवी है. ബിവി നോ, ആർ വി മേനൻ. क्या? ആർ വി മേനൻ. इनिशियल नहीं भाई. हाँ। बीवी, पत्नी, वाइफ. बुलाओ बुलाओ. അയ്യോ, ദോശ ഇഡലിയാണ് ഇവിടെ ഉണ്ട്. പുലാവ് ഇനി ഉണ്ടാക്കണം. बुलाओ नहीं, हाँ। बुलाओ. कॉल कॉल. ഓ അത് ശരി, ഇപ്പൊ വിളിച്ചോണ്ടുവരാം. हाँ। ഹായ്. വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു. അവതാരമോ? ആ, ഒരു ഹിന്ദിക്കാരൻ. ഹിന്ദിയെ പറയൂ. ലതികയെ കാണണമെന്ന് ചെല്ലു. അയ്യോ, എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ, ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളൂ. ചെല്ലു. എനിക്ക് പേടിയാ. ചേച്ചി എന്നാളെ പറഞ്ഞു വിട്. എങ്ങോട്ടാ? അവിടെ നില്ല്. നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം. വെളച്ചിലെടുക്കല്ലേ? ഇന്ദുവിന് ഹിന്ദി അറിയാലോ. ഒന്ന് ചെന്ന് സംസാരിക്കേ. അയ്യോ, അയാള് ലതികയെ കാണണമെന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചെ, ഇല്ലേ അവതാരം ഞാൻ അടുക്കളയിൽ കയറും. കൂട്ടത്തിൽ വിഷ്ണുവും കൂടെ വന്ന ആകെ ചളമാകും. ഒന്ന് വേഗം പൊക്കോ. അഭിജി! എന്തൊരു അലർച്ച. ഒന്ന് വേഗം പൊക്കോ. പോ. अरे नमस्ते भाभी जी. नमस्ते जी. मेनन का सिलेक्शन तो बहुत अच्छा है. नहीं, मैं मेनन की बीवी. मुझे सब मालूम है. मेनन ने मुझे सब बता दिया. आप ही मेनन की 7 कंडीशंस को पूरा करने के काबिल है. मैरिज के समय मैं कलकत्ते में था. ഇതുവരെ എന്തുവാ പറഞ്ഞേ? കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. എന്തിന് കൽപ്പറ്റയാക്കണം? വല്ല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലോ കെട്ടിയെടുക്കാൻ പറ. മനുഷ്യനെ പേടിപ്പിക്കാൻ क्या क्या? कुछ नहीं. अच्छा अच्छा अच्छा. दिल्ली में मैं और विष्णु साथ में रहते थे. मेरे बारे में आपको बताया नहीं? हाँ, बहुत बताया. अच्छा अच्छा. हाँ भाभी जी मेरी तरफ से आपके लिए एक छोटा सा तोहफा. जी शुक्रिया. हाँ, 1 मिनट में विष्णु से बात कर सकता हूँ. ബാത്റൂം അവിടെ ഉണ്ട്. अयो, फोन ചെയ്യാൻ. ഫോൺ ഇവിടെ ഉണ്ട്. बात कर सकता हूँ. ഓ ശക്തി ശക്തി. आप जाइए. हेलो विष्णु मेनन. मैं अवतार सिंह बोल रहा हूँ. कौन? अवतार? अच्छा किधर से? हाँ हाँ भाई, तुम्हारे घर से. अरे विष्णु, मैं आज सुबह की फ्लाइट से आया हूँ भाई. अरे नहीं नहीं, तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है. हाँ. हाँ अच्छा, तुम उधर ही बैठो, मैं अभी आया. आज हम तुम्हारा साथ खाना खाएगा. फिर बोलो यार, क्या क्या समाचार है? हाँ, तुम 1 मिनट फोन लतिका को दे दो. हाँ यार, मेरी पत्नी. एक मिनट, आपसे बात करना चाहता है. विष्णु भाई. हाँ. बात कीजिए ना. लीजिए. अरे അവതാരം. ഹലോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ, അതെ വിഷ്ണുട്ടാ. കായൽ, സീ, ലേക്ക്. അതെയോ? ആ. ആ അവതാരം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കരുതണം. ഞാൻ അങ്ങോട്ട് വരാം. ശരി വിഷ്ണുട്ടാ. എന്താ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കണം? അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എങ്ങോട്ടായി പോണേ? ഞാനേ ഹാഫ് ഡേ ലീവ് എടുക്കുക. ആ. ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു. നന്നായി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെസ്പാച്ച് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഇപ്പൊ ഒരുമിക്കണ്ട.
DG കുറുപ്പേട്ടൻ സ്പീക്കിംഗ്. ഞാനാ കൃഷ്ണൻകുട്ടി. എന്താ അവിടെ പ്രശ്നം? കാര്യം ഗുരുതരം, പ്രശ്നം നിസാരം. अरे भाभी जी, भाई केरल बहुत ही सुंदर जगह है. ഇവിടെ അടുത്ത് തന്നെ बहुत ही ഉണ്ട്. सुंदर. हाँ. എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേട് നാശകോട്ടയും ആകും. ഓ, സാധനം ചിരിക്കുവാ. അയ്യോ, ചേട്ടൻ ഒരു കാര്യം ചെയ്യും. വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിലൊന്ന് കൊടുക്ക. അവതാരമേ, क्या? വിഷ്ണു വിഷ്ണു സ്പീക്കിംഗ്. अच्छा अच्छा विष्णु भाई. हाँ. हाँ. അയ്യോ हेलो. हाँ बोल यार. हेलो. हाँ कौन? अवतार. हाँ अभी मेरा एक क्लाइंट इधर आने वाला है, इसलिए मैं उधर नहीं आ सकता. ऐसा करो, तुम इधर आओ. यू कम टू माई ऑफिस. अच्छा अच्छा मैं अभी आता हूँ. विष्णु बोला मैं ऑफिस जाके उससे मिल लूँ. कोई गेस्ट आया है. ഇതെന്തുവായി പറഞ്ഞ്? നമ്മൾ ആ. രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിഷ്ണു. വിഷ്ണു അല്ല കൃഷ്ണൻ. ഏ? അതെ, വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ. ഗോ ടു ഓഫീസ് ജി, എളുപ്പം ജി. कुछ नहीं, ये आपको ऑफिस जल्दी जाने को बोलते हैं. अच्छा 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 नमस्ते जी. ഓം ശക്തി ശക്തി. हाँ आपको भी नमस्ते. അവതാർ എവിടെ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ പോയി, ഡൽഹിക്ക് പോയി. അടുത്ത മാസം വരുമ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഛേ, ഇയാൾ എന്തൊരു മനുഷ്യനാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു, കേക്കട്ടെ, അത്യാവശ്യമാണ് പോലും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ, എന്റെ അഴീക്കൂട് ഭഗവതി. സർദാർജി, ഈ പരന്തു വിഷ്ണു സാർ പെട്ടെന്നൊരു ഫോൺ വന്ന് ഡൽഹിക്ക് പോയി, ഇനി അടുത്ത മാസമായി തിരിച്ചു വരൂ. എന്റെ അമ്മ. मैं समझा नहीं. സഞ്ചിയല്ല, ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്. क्या? विष्णु साहब को अभी एक फोन कॉल आया, वो न्यू दिल्ली चला गया. अब 1 महीने के बाद वापस आएगा. बहुत अच्छा, मैं उसको दिल्ली में मिल लूंगा. ന്യൂ ഡൽഹി വെച്ച് കണ്ടോളാന്ന്, കുറച്ച് കണ്ടതുപോലെ തന്നെ. क्या? अब एक न्यू दिल्ली फ्लाइट है. अच्छा 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 मैं अभी जाता हूँ. खुदा हाफिज. अरे खुदा हाफिज. चलता हूँ. പരാഹമൂർത്തി, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഈ തീർത്ഥാടനം. വിഷ്ണുവിന്റെ വിവാഹം നടന്നിട്ടേ ഞാൻ എങ്ങോട്ടേക്ക് ഉള്ളെന്ന് വാശി പിടിച്ചതിന്റെ കാരണം. ആ, ഇനി ഇപ്പൊ മനസമാധാനമായിട്ട് പോയിട്ട് വരാമല്ലോ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. ആ, മനസ്സിലായി മനസ്സിലായി. 7 കണ്ടീഷൻസ് വെച്ചുള്ള മാംഗല്യം തന്തുന നീന ജീവന ഹേതുന. ആ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുട്ടപുറത്തിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട്. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. എനിക്ക് നാണമാവുന്നു, നീ തന്നെ പറ. അയ്യടാ, കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കിണങ്ങുന്ന കണ്ടില്ലേ? എന്നാ നീ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള യാഗ. ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താലോലിക്കാൻ. ഇതാ കമ്പിളിയും ഷോളും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ട്. ആ. പിന്നെ കുറുപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? എന്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്തിനാ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ. നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട, നടക്കത്തില്ല യേശുകുട്ടി. ആ KSRTC കാരുടെ സഹോദരന്മാർ ഇടിച്ച് നിന്റെ സൂപ്പിളക്കും. ആ പെങ്കൊച്ചിനെ വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? അയ്യേ. എന്നാ, പോവല്ലേ? എന്നാ ഇനി ലേറ്റ് ആക്കണ്ട. നീ കാറി കയറൂ. നിനക്ക് വേണ്ടി ഞാൻ വഴിപാട് നടത്തും കിഷൻകുട്ടി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ.